എൻ്റെ സൗണ്ട് ഓടിയപ്പെടല്ലേടാ? ഹലോ ഹലോ okay. Sure. So last class we are discussing about phases of compilers, right? Which are the main phases in compiler? Lexical analysis, syntax analysis, semantic analysis, intermediate code generation, code optimization, and code generation. So these are the main phases in compiler. And how we can classify those phases? എങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തത്? ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തത്? 3 രീതിയിലല്ലേ? അതായത് ലെക്സിക്കൽ അനാലിസിസ് തൊട്ടിട്ട് സിൻടാക്സ് സെമാൻറ്റിക് അനാലിസിസ് വരെ നമ്മൾ എന്ത് ഫേസ് എന്ന് പറയുന്നു? വി ആർ കോളിംഗ് ഇറ്റ് ആസ് അനാലിസിസ് ഫേസ്. Rest 3 we will intermediate, then we will generate intermediate content generation. Next is synthesis phase. So these were the classification. Just memorize, okay? So these were the main phases: lexical, syntax and semantics, intermediate code generation, code optimization, code generator. And now we are going to discuss about the first phase. That also we discussed, right? Lexical analysis. In case of lexical analysis, how it will work? Lexical analyzer. എന്തൊക്കെയായിരുന്നു ലെക്സിക്കൽ അനലൈസറിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു മെയിൻ ഫേസസ്, മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ലെക്സിക്കൽ അനലൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പ്രോഗ്രാമിനെ റീഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് ഫേസ് ഓഫ് ദ കമ്പൈലർ ലെക്സിക്കൽ അനാലിസിസ് ഫേസ്. നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നില്ലേ? റീഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? Okay. Lexical analysis first phase. Here lexical analyzer reads the stream of characters making up the source program into group of characters into meaningful sequence. We will call it as a lexeme. നമ്മൾ കിട്ടിയിരിക്കുന്ന സാധനത്തിന് മീനിങ്ഫുൾ ടോക്കൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ടോക്കൺസ് എന്ന് പറയുന്നത് അത് ടോക്കൺ നെയിം ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട് വാല്യൂ ഉണ്ടാവും, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാവാം ടോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഇത് നോട്ട് ചെയ്തോളൂ. ഒരു ടോക്കൺ എന്ന് പറയുന്നത്, ടോക്കൺ മേ ബി എനിത്തിങ്, ലൈക്ക് ടോക്കൺ മേ ബി ലൈക്ക് ഇറ്റ് മേ ബി എ കീവേഡ്. ടോക്കൺ എന്ന് പറയുന്നത് ഐദർ ഒരു കീവേഡ് ആവാം, ഐഡന്റിഫയർ ആവാം. ടോക്കൺ എന്ന് പറയുന്നത് ഈ ടോക്കൺ മേ ബി കീവേഡ്സ് ആവാം, ഐഡന്റിഫയേഴ്സ് ആവാം, പിന്നെയോ സെപ്പറേറ്റേഴ്സ് ആവാം, സ്പെഷ്യൽ സിമ്പിൾസ് ആവാം. ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എന്തായിട്ട് വരും? ഇതൊക്കെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുത്തില്ലേ? നേരത്തെ എക്സാമ്പിൾ നോക്കി നിങ്ങൾ, പൊസിഷൻ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. നിങ്ങൾ ഇതൊരു പ്രോഗ്രാം സെഗ്മെന്റ്, ഒരു കോഡല്ലേ, ഒരു ബിറ്റ് എക്സ്പ്രഷൻ അല്ലേ നിങ്ങൾ സാധാരണ എഴുതില്ലേ? എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി എന്ന് എഴുതാറില്ലേ? എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കുക? എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി എന്ന് പറയുമ്പം എങ്ങനെയാണ് എഴുതുക? എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, വി വിൽ കോൾ ഇറ്റ് എസ് ഐഡന്റിഫയർ. ഈക്വൽ ടു എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് അഗെയിൻ ഐഡന്റിഫയർ ആണ്, പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്, സി എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണ്. അപ്പോൾ ഒരു ടോക്കൺ എന്ന് പറയുന്നത്, ഈ ടോക്കൺ മേ ബി ഐദർ ഏതൊക്കെ ആവാം നമുക്ക്? ഒന്നുകിൽ ഒരു കീവേഡ് ആവാം, ഐഡന്റിഫയർ ആവാം, ഒരു സെപ്പറേറ്റർ ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, കോൺസ്റ്റൻസ് ആവാം. കോൺസ്റ്റൻസ് ഒരു ടോക്കൺ ആണ്. അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ഒരു ടോക്കൺ ആണ്. അപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ എഴുതാം നിങ്ങൾക്ക് ഇവിടെ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്രോഗ്രാം കോഡ് കൊടുക്കുകയാണ്, ഇൻറ്റ് മെയിൻ. ഇങ്ങനെയല്ലേ നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഐ എം റൈറ്റിംഗ്, അവിടെ ഒരു കമൻറ്റ് കൊടുക്കുകയാണ്,
ഫൈൻഡ്, ഇത് നോട്ട് ചെയ്തോളൂ നിങ്ങൾ, ഇൻറ്റ് ഫൈൻഡ് മാക്സിമം ഓഫ് എ കൊമ ബി. എന്നിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 10. എന്നിട്ട് അവിടെ അടുത്തതിൽ എന്ത് എഴുതും, ഇഫ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ റിട്ടേൺ ബി, എൽസ് റിട്ടേൺ എ. ഇതാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിനെന്താ ചെയ്യുന്നത് ആക്ച്വലി, ഇത് നിങ്ങൾ ഈ കോഡ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന പ്രോഗ്രാമിന്, ഇതിപ്പോൾ നിങ്ങളുടെ സോഴ്സ് പ്രോഗ്രാമാണ് അല്ലേ, ഈ സോഴ്സ് പ്രോഗ്രാമിന് നമ്മൾ ഏതിലേക്ക് കൊടുക്കുക, ഫേസസ് ഓഫ് കമ്പൈലറുള്ള സോഴ്സ് പ്രോഗ്രാം ലെക്സിക്കൽ അനലൈസറിനാണ് ആദ്യം കൊടുക്കുക. ലെക്സിക്കൽ അനലൈസർ ഇതിന് എന്ത് ചെയ്യണം, ഇറ്റ് ഹാസ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു ലെക്സീം. ലെക്സീം എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് ടോക്കൺസ്. ഹൗ വി ക്യാൻ ഡു ദിസ് ടോക്കണൈസേഷൻ ആഫ്റ്റർ സ്കാനിങ് ഈച്ച് സിംപിൾസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഐ എൻ ടി ഇൻറ്റ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് കിട്ടും. ഈ ഇൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ഇതിൽ സ്പെഷ്യൽ ക്യാരക്ടർ ആണോ, കീവേഡ് ആണോ, ഐഡന്റിഫയർ ആണോ, സെപ്പറേറ്റർ ആണോ, ഇതെന്താ, ഇൻറ്റ് എന്ന് പറയുന്നൊരു കീവേഡ് അല്ലേ, അല്ലേടാ. അപ്പോൾ ഇതൊരു ടോക്കണായി. അടുത്തതോ വൈറ്റ് സ്പേസസ്. വൈറ്റ് സ്പേസസ് എന്ന് പറയുന്നതോ സെപ്പറേറ്റർ ആണ് അല്ലേ, സെപ്പറേറ്റർ അല്ലേ. അപ്പോൾ ഇത് രണ്ടാമത്തെ ടോക്കൺ. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, വി ഹാവ് ടു എലിമിനേറ്റ് ദിസ് വൈറ്റ് സ്പേസസ്, റൈറ്റ്. സോ നോർമലി വി വിൽ എലിമിനേറ്റ് ഇറ്റ്. വൈറ്റ് സ്പേസസ് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിന്റെ ടാസ്ക് അല്ലേ. എന്തൊക്കെയായിരുന്നു ലെക്സിക്കൽ അനലൈസറിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്, ഫസ്റ്റിലത്തെ ടാസ്ക് എന്ന് പറയുന്നത് ടോക്കണൈസേഷൻ, രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഗിവ് എറർ മെസ്സേജ്, മൂന്നാമത്തെ ടാസ്ക് എന്തായിരുന്നു, ഇറ്റ് ഹാസ് ടു eliminate comments and white spaces, right? Eliminate comments and white spaces. So these were the main activities of Lexical Analyzer. So first it has to do the tokenization. How it will do tokenization? After scanning each character, find whether it is a meaningful identifier ആണോ, character ആണോ, separator ആണോ നമുക്ക് നോക്കൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ white spaces ആണ്, ഇത് eliminate ചെയ്യും. അടുത്തതോ മെയിൻ. മെയിൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഇസ് എ കീവേഡ്. സോ ദിസ് ഇസ് അനദർ ടോക്കൺ. ഇനി ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ്ഡ് ബ്രാക്കറ്റോ, ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സിമ്പിൾ അല്ലേ. അപ്പോൾ ഇത് രണ്ടും 3 and 4. ഓപ്പൺ ബ്രാക്കറ്റോ എഗെയിൻ സെപ്പറേറ്റർ ആണ്, ഇതൊരു സെപ്പറേറ്റർ ആയിട്ട് എടുക്കും. അടുത്ത ഇതെന്താ, ഈ ലൈനിലുള്ള സാധനം എന്താ, ഇതെന്താ, ഈ തന്നിരിക്കുന്ന സാധനം ഫൈൻഡ് മാക്സിമം ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് കമന്റ്സ് ആണ്. സോ ഐ ഹാവ് ടു എലിമിനേറ്റ് ഇറ്റ്. എലിമിനേറ്റ് വൈറ്റ് സ്പേസസ്, എലിമിനേറ്റ് കമന്റ്സ്. അടുത്തതോ എഗെയിൻ അടുത്ത് എന്താ വരിക, ഇൻറ്റ് എന്ന് പറയുന്നൊരു കീവേഡ് ആണ്, അത് എഗെയിൻ ടോക്കൺ ആണ്. അപ്പോൾ അതെന്താ, ആറാമത്തെ ടോക്കൺ. എ എന്ന് പറയുന്നത് എന്താ, എ എന്ന് പറയുന്നത് എന്താ, ഐഡന്റിഫയർ അല്ല, അതൊരു വേരിയബിൾ അല്ലേ, ഐഡന്റിഫയർ, എഗെയിൻ ടോക്കൺ. ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഒരു വാല്യൂ, അതെന്താ, ഒരു കോൺസ്റ്റന്റ് 9. കൊമ എന്ന് പറയുന്നത് എന്താ, സെപ്പറേറ്റർ. ബി again identifier 11 equal to operator 10 constant 39. അടുത്തതോ if എന്ന് പറയുന്നത് എന്താ, again ഒരു കോൺസ്റ്റന്റ് ആണ്, ഐ മീൻ again ഒരു കീവേഡ് ആണ്. 14 ഓപ്പണിംഗ് ബ്രേസ് ഒരു 16 17 18 19. റിട്ടേൺ ഒരു കീവേഡ് ആണ് 20 21 23. ഇവിടെ ഒന്ന് വരുവേ, ഇവിടെ ഒന്ന് വരും, ഇവിടെ ഒന്ന് എക്സ്ട്രാ വരുവേ. ഈ സെമി കോളം വേണ്ടേ നമുക്ക് ഇവിടെ എൻഡിന്, അതും ഒരു ടോക്കൺ ആണ്. അപ്പം ഞാനിവിടെ 21 എഴുതാം, തെറ്റിപ്പോയിട്ടുണ്ട്. 21 22 23 24 25 26 27 28 29 30 31 32. ഇവിടെ നമുക്ക് ടോട്ടൽ 32 കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ടോക്കണൈസേഷൻ ചെയ്യാം. ഹലോ, ഹലോ, എങ്ങനെയാണ് ടോക്കണൈസേഷൻ ചെയ്യാന്ന് മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ എഴുതാം നിങ്ങൾക്ക്.
So for example, ഈ തന്നിരിക്കുന്നതിൽ എങ്ങനെയാണ് ടോക്കണൈസേഷൻ ചെയ്യാന്ന് പറയാം നിങ്ങൾ? ഇതാണ് എക്സ്പ്രഷൻ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി സ്റ്റാർ 5. നിങ്ങളൊന്ന് നോട്ടിൽ എഴുതി നോക്കിയേ. ഫസ്റ്റ് തന്നിരിക്കുന്നത് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി സ്റ്റാർ 5. നമുക്ക് ഈ തന്നിരിക്കുന്ന എന്താ ഒരു സിംഗിൾ എക്സ്പ്രഷൻ ആണ്. ഇതിന്റെ ടോക്കൺസ് എങ്ങനെയാണ് വരിക കണ്ടുപിടിക്കുന്നത്. ടോക്കൺ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ടോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ്, അത് ഒന്നുകിൽ ക്യാരക്ടർ ആവാം, ഒന്നുകിൽ ഒരു കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയർ ആവാം. അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു 5, സി എ ബി എന്നൊക്കെ പറയുന്നത് എന്താ? ഈ മൂന്ന് സാധനങ്ങൾ എന്താ? വേരിയബിൾസ് ആണ്, ഓർ വി വിൽ കോൾ ഇറ്റ് ആസ് ഐഡന്റിഫയേഴ്സ്, റൈറ്റ് അല്ലേ? അപ്പൊ നോക്കിയേ, ആദ്യത്തെ സി എടുക്കുകയാണെങ്കിൽ സീന് എന്താ പറയാ? സി ഇസ് എ ലെക്സിം, റൈറ്റ്? സി ഫസ്റ്റ് ഈ ടേബിളിൽ ഫസ്റ്റ് നോക്കിയേ, സി ഇറ്റ് ഈസ് ഐഡന്റിഫയർ. അടുത്തതോ ഈക്വൽ ടു എന്താണ് അവിടെ? ഈക്വൽ ടു എന്താ അവിടെ? അസൈൻമെന്റ് സിമ്പിൾ അല്ലേ? സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് അസൈൻമെന്റ് സിമ്പിൾ, അതിന്റെ ടോക്കൺ എന്ന് പറഞ്ഞാൽ. അടുത്ത എ എന്ന് പറയുന്ന ലെക്സിയം ഐഡന്റിഫയർ, പ്ലസ് അഡീഷൻ സിമ്പിൾ, ബി ഐഡന്റിഫയർ, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഫോർമാറ്റ് എന്താ? ഒരു ടോക്കണെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് എന്താ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ഡൗൺ. ടോക്കൺ നെയിം ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ. നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ടോക്കൺ നെയിം, ആട്രിബ്യൂട്ട് വാല്യൂ. അപ്പൊ ആദ്യത്തെ എന്താ? സി എന്ന് വെച്ചാൽ എന്താ? ഐഡന്റിഫയർ ആണ്. അപ്പൊ ഞാൻ അതിന് എന്ത് ചെയ്യുന്നു? ID1, ആദ്യത്തെ ഐഡന്റിഫയർ, ഈക്വൽ ടു സിമ്പിൾ, റൈറ്റ്? രണ്ടാമത്തെ എന്താ? ബി എന്ന് വെച്ചാൽ എന്താ? അപ്പൊ ഇവിടെ നിങ്ങൾ ഈ എക്സ്പ്രഷൻ നോക്കിയാൽ മതി. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി സ്റ്റാർ 5 എന്നുള്ളത്. എ എഴുതി. എ എന്താ? സെക്കൻഡ് ഐഡന്റിഫയർ, ID2. അടുത്തതോ പ്ലസ്, അത് കഴിഞ്ഞിട്ടോ ബി എന്ന് വെച്ചാൽ ID3 സ്റ്റാർ 5. ഇങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതുക? ടോക്കണൈസേഷൻ ചെയ്യാം. ഇങ്ങനെയാണ് ലെക്സിക്കൽ അനാലിസിസിന് ഔട്ട്പുട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സോഴ്സ് പ്രോഗ്രാം ഇസ് ഗിവൺ ടു ലെക്സിക്കൽ അനലൈസർ LA. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോക്കൺസ്, ഓർ വി വിൽ കോൾ ഇറ്റ് ആസ് ലെക്സീം. എന്താ ഈ ലെക്സീം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ലെക്സീം ഇസ് ഇൻസ്റ്റൻസ് ഓഫ് ടോക്കൺ. അപ്പൊ ഈ ഒരു കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ ലെക്സീം എന്ന് പറയാം. നമ്മളിങ്ങനെ ഒരു സീക്വൻസ് എഴുതുന്നില്ലേ? നമുക്ക് കിട്ടിയ ടോക്കൺസിന് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്നില്ലേ? ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ലെക്സീംസ് എന്ന് പറയാം. ഇൻസ്റ്റൻസ് ഓഫ് ടോക്കൺ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഫോമിംഗ് ദ ടോക്കൺ. അപ്പോൾ ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. ഈ പറഞ്ഞത് മനസ്സിലായോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയൂ മക്കളെ. ഓക്കെ, ശരി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആയിരുന്നു, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ആണ്. പൊസിഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഇൻറ്റു 60. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് ഓരോന്നും പൊസിഷൻ എന്താണ്, റേറ്റ് എന്താണ്, 60 എന്താണെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിന്റെ ലെക്സിയം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടാൻ നോക്കിയേ? ഓക്കെ, ലെക്സിയം എങ്ങനെയാണ് കിട്ടുന്നത്? ആദ്യത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ID1 ഈക്വൽ ടു ഇനീഷ്യൽ ID2 പ്ലസ് റേറ്റ് ID3 സ്റ്റാർ 60. ഇങ്ങനെ കിട്ടുന്നതാണ് ഇവിടുത്തെ ലെക്സിയം എന്ന് പറഞ്ഞാൽ. സോ a lexical analyzer, what are the main tasks of lexical analyzer? So lexical analyzer, first it will do the tokenization. ആദ്യം ടോക്കണൈസേഷൻ ചെയ്യും, give error messages, eliminate comments and white spaces. eliminate comments and white spaces നോക്കി. ഇനി എറർ മെസ്സേജ് എന്ന് വെച്ചാൽ എപ്പോഴാണ് വരിക? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമില് int a സെമിക്കോളൻ ഇട്ടു, റൈറ്റ്? ഇനി എന്താ, നിങ്ങൾ ഇവിടെ ഒരു ഹാഷ് എന്ന് വെച്ചാൽ അറിയാതെ ഒരു സിമ്പിളും കൂടി ഇട്ടുപോയി. ഇറ്റ് ഈസ് എൻ എറർ, റൈറ്റ്? അവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വിൽ ചെക്ക് ഫോർ എനി അതർ സ്പെഷ്യൽ സിമ്പിൾ ഓർ എനി അതർ സെപ്പറേറ്റ് സിമ്പിൾ ഉണ്ടോ നോക്കും. ആ സെപ്പറേറ്റ് സിമ്പിൾ ഉണ്ടെങ്കിൽ അതിവിടെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എൻ എറർ. ഓർ ഇറ്റ് ഈസ് ലൈക്ക്, നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷന് പേര് കൊടുക്കുകയാണ്, വലിയൊരു പേര് എ എന്നിട്ട് വലിയൊരു ഫംഗ്ഷൻ നെയിമിന് ഇത്ര ക്യാരക്ടേഴ്സേ പാടുള്ളൂ എന്ന് ഓൾറെഡി നമ്മൾ റൂൾസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും.
അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഐഡന്റിഫയറിന് ഇങ്ങനെ കൊടുക്കാന്ന് വെച്ചോ, ഇൻഡ് എന് പകരം നിങ്ങൾ 5 is equal to 6 എന്നിട്ട് കൊടുക്കാന്ന് വെച്ചോ. ഇത് റോങ് അസൈൻമെന്റ് ആണ് സിന്റെ കേസിൽ. അപ്പൊ എന്ത് ചെയ്യും? യു വിൽ ഗെറ്റ് എൻ എറർ ഓവർ ഹിയർ. ദാറ്റ് ഈസ് ഹൗ ലെക്സിക്കൽ അനലൈസർ വിൽ ഗീവ് എറർ മെസ്സേജ്. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുക. ലെക്സിക്കൽ അനലൈസർ ഇസ് ദ ഫസ്റ്റ് ഫേസ്. It will do the scanning, and what the scanning will do? Scanning for the compiler scans and reads the stream of characters, making up the source program and groups a character into a meaningful token. A token will be having this format: token name and attribute value. This is the format of token. Okay, for example തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിനെ കൺവേർട്ട് ചെയ്യുക. And blanks separating the lexeme will be discarded here, and it will give you an error messages and error messages. Okay, from the symbol table is ഇതിന്റെ ഓരോ സിമ്പിൾസിനും നമ്മൾ സിമ്പിൾ ടേബിൾ സ്റ്റോർ ചെയ്യും കൂടെ ചെയ്യും. ഓക്കെ ആണോ? അടുത്ത ഫേസിലേക്ക് പോയിക്കൂടെ? അപ്പൊ നമ്മൾ എന്താ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്ന അടുത്ത ഫേസിൽ? അടുത്ത ഫേസ് ഏതാ? സിന്റാക്സ് അനാലിസിസ്. ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞ അടുത്ത ഫേസ് ഏതാ? സിന്റാക്സ് അനാലിസിസ്, റൈറ്റ്? വാട്ട് ഈസ് ഔട്ട്പുട്ട് ഫോർ സിന്റാക്സ് അനാലിസിസ്? ലെക്സീം. ലെക്സിക്കൽ അനലൈസർ കഴിഞ്ഞിട്ട് ടോക്കണിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ലെക്സീം ജനറേറ്റ് ചെയ്തു. അതാണ് ഇനി ഏതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നത്? ഇവിടെ ലെക്സീം ജനറേറ്റ് ചെയ്തു. ലെക്സീം ആണ് ആരുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്? ലെക്സിക്കൽ അനലൈസറിന്റെ, ഐ മീൻ സിന്റാക്സ് അനലൈസറിന്റെ. സിന്റാക്സ് അനലൈസർ ഇനി എന്താ ജനറേറ്റ് ചെയ്യുക? Syntax analyzer will generate a syntax tree, or we will call it as parse tree. Now we will see how we can generate a parse tree. ടോക്കൺ എന്ന് വെച്ചാൽ എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഐഡന്റിഫയർ, കീവേഡ്, ഓപ്പറേറ്റർ, സ്പെഷ്യൽ സിമ്പിൾ, കോൺസ്റ്റൻസ് ഒക്കെ ടോക്കൺസ് ആണ്. Lexeme എന്ന് വെച്ചാൽ Lexeme is a sequence of characters in the source program that is matched to the pattern. അപ്പോൾ സാമ്പിൾ ലെക്സീംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. Syntax analysis second phase of the compiler. Here syntax analysis, or we will call it as parsing. A parser uses the first component of the token produced by the lexical analyzer to create a tree-like intermediate representation. We will call it as syntax tree. അപ്പോൾ നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ലെക്സീംസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ജനറേറ്റ് നോക്കിയാൽ നമുക്ക് നേരത്തെ എന്താ കിട്ടിയത്? ലെക്സീം എങ്ങനെയായിരുന്നു? നമ്മുടെ ലെക്സീം എങ്ങനെയായിരുന്നു എഴുതിയത്? ID,1 equal to ID2 plus ID3 star 60 ഇങ്ങനെയായിരുന്നില്ലേ? ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ട്രീ ജനറേറ്റ് ചെയ്യും, റൈറ്റ്? ഈ ട്രീ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്? ഒരു സിമ്പിൾ ട്രീ എങ്ങനെ വരക്കാൻ നോക്കാം നമുക്ക്. എന്നിട്ട് ഈ ഫൈനൽ ട്രീ വരക്കാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രീ വരക്കാൻ നോക്കാം നമുക്ക്. കണ്ടോ? ഈ പാസ് ട്രീ വരയ്ക്കുന്ന പാസ് ട്രീനെ പാർസർ കൺവേർട്ട്, പാർസർ സിന്റാക്സ് അനാലിസിസിന് വേറെ പേരാണ് പാർസർ. ഇത് ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ഓർത്ത് വെക്കണേ. സിന്റാക്സ് അനാലിസിസ് is also known as parsing. So a parser convert token produced by the lexical analyzer into a tree-like representation. We will call it as parse tree. How a parse tree will look like? Parse tree describe the syntactic structure of the input. Here syntax tree means operators appears as the interior nodes and operands of the operator are the children node. അതായത് ഓപ്പറേറ്റർ എപ്പോഴും എന്തായിട്ടാണ് വരിക? റൂട്ട് നോഡായിട്ട്. അതിന്റെ ഓപ്പറേറ്റർ പാരന്റ് നോഡായിട്ട് വരും. ഇപ്പം A+B എന്നാണ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? പ്ലസ് അതിന്റെ ചൈൽഡ് ആയിരിക്കും എയും ബിയും. ഇനി C is equal to A+B ആണെങ്കിലോ ഈ ഒരു ഓപ്പറേറ്ററിന്റെ രണ്ട് ചൈൽഡ്സ് ഏതൊക്കെയാ? ഒന്ന് സിയും രണ്ടാമത്തത് വേറൊരു എക്സ്പ്രഷൻ ആണ് അല്ലെ? A+B എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ. അപ്പൊ എക്സ്പ്രഷൻ വരും. ആ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് ഏതാ വരിക? പ്ലസ് അതിന്റെ ചിൽഡ്രൻസ്
എ ബി. അപ്പോൾ ആസ് എ ഹോൾ വരയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടും? ഈക്വൽ ടു പ്ലസ് എ ബി. അപ്പോൾ പാസ് ട്രീയിൽ എപ്പോഴും പാസ് ട്രീ ഇൻ വിച്ച് ഓപ്പറേറ്റേഴ്സ് അപ്പിയേഴ്സ് ആസ് ദ ഇന്റീരിയർ നോഡ്. നോക്കിയേ, ഇതൊരു ഇന്റീരിയർ നോഡാണ്, ഇതൊരു ഇന്റീരിയർ നോഡാണ്. ആൻഡ് ഓപ്പറൻസ് ഓഫ് ദ ഓപ്പറേറ്റർ ആർ ദ ചിൽഡ്രൻ നോഡ്സ്. സി എ ബി എന്നൊക്കെ പറയുന്ന ചിൽഡ്രൻ നോഡ്സ് ആയിട്ട് വരും. ഇങ്ങനെ വേണം സിൻടാക്സ് ട്രീ വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിൻടാക്സ് ട്രീന്റെ ഇൻപുട്ട് എന്താ? വാട്ട് ഇസ് ഇൻപുട്ട് ഫോർ സിൻടാക്സ് അനലൈസർ ഓർ പാർസർ? ടോക്കൺസ്, റൈറ്റ്? വാട്ട് ഇസ് ദ ഇൻപുട്ട്? ടോക്കൺസ് ആണ് ഇവിടെയുള്ള ഇൻപുട്ട്. എന്താ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക? ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ? സിൻടാക്സ് ട്രീ ഓർ പാർസർ. ഓക്കെ ആണോ? അപ്പൊ നോക്കിയേ, ഇവിടെ പാസ് ട്രീ വരച്ചിരിക്കുന്നത് എങ്ങനെയാ നോക്കിയേ. സി ഈസ് ഈക്വൽ ടു, തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്താ? സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി സ്റ്റാർ 5. ഇതിന്റെ സിൻടാക്സ് ട്രീ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഏതാ എക്സ്പ്രഷൻ? സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി സ്റ്റാർ 5. നിങ്ങൾ എങ്ങനെ ഇതിനെ വരക്ക? റൂട്ടിൽ ആദ്യം സി ഈക്വൽ ടു സിമ്പൽ. ഈക്വൽ ടു സിമ്പലിന്റെ റൂട്ടായിട്ട് ഏതൊക്കെ വരും? ഈക്വൽ ടു സിമ്പലിന്റെ റൂട്ടായിട്ട് ഏതൊക്കെ വരും? ഈക്വൽ ടു സിമ്പൽ ആണ് റൂട്ട്. അതിന്റെ ചൈൽഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഒരു സിയും വരും, രണ്ടാമത്തത് ഈ ഫുൾ എക്സ്പ്രഷൻ ആണ് വരിക, അല്ലെ? ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് എക്സ്പ്രഷൻ എഴുതാണ്. ആ എക്സ്പ്രഷന്റെ റൂട്ട് എന്താ? ആദ്യം ചെയ്ത പ്ലസ്. സോ ഐ വിൽ റൈറ്റ് പ്ലസ്. പ്ലസിന്റെ രണ്ട് ചൈൽഡ് ആയിരിക്കും എ ആൻഡ് ബി. ബി എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റില്ല, ബിക്കോസ് ഇതിന്റെ റൂട്ട് സ്റ്റാർ ആണ് വരിക. ബി 5. ഇങ്ങനെയാണ് സിൻടാക്സ്. അപ്പോ ഇതാണ് രണ്ടാമത്തെ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ എന്തൊക്കെയാണ് സിൻടാക്സ് അനാലിസിസിന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ? വാട്ട് സിൻടാക്സ് അനലൈസർ വിൽ ഡു? സിൻടാക്സ് അനലൈസറിന്റെ വേറൊരു പേരെന്താ? വാട്ട് ഇസ് അനദർ നെയിം ഫോർ സിൻടാക്സ് അനലൈസർ? Syntax analyzer is also known as parser. Second phase of the compiler is syntax analysis. We will call it as syntax analysis or parsing. What a parser will do? Parser will generate a parse tree from lexeme. Who will give the lexeme? Lexical analyzer. What lexeme എങ്ങനെ നമുക്ക് കിട്ടുന്നത്? It is the output for lexical analysis. So what and all things we finish? We are giving a source high level language and it is passed over a lexical analyzer. Lexical analyzer will produce a lexeme and this lexeme will give a syntax analyzer, or we will call it as parser. What parser will generate out of it? It will generate a parse tree. How we can generate a parse tree? By considering the expression. Normally interior node will be operator and external node or leaf node will be the operands. Okay ആണോ? ഇതുവരെ ഓക്കെ ആണോ? പറഞ്ഞേ, കമന്റ് ചെയ്തേ ഒന്ന്. ഇതുവരെ മനസ്സിലായോ ഒന്ന്? ഓക്കെ. ഓക്കെ. നഫ, നേഹ, റോഷൻ, അഭിനന്ദ്, ശ്രദ്ധ, മനസ്സിലായോ? ശരി. ഫേസ് എന്താ? നമ്മുടെ അടുത്ത ഫേസ് എന്താ? മൂന്നാമത്തെ ഫേസിന്റെ പേരെന്താ? Lexical analysis, syntax analysis. Third phase is semantic analysis, right? Third phase is semantic analysis ആണ്. Syntax കഴിഞ്ഞ അടുത്ത phase semantic അല്ലേ? Okay. അല്ലേ, സെമാന്റിക് അനാലിസിസ്. എന്താ സെമാന്റിക് അനാലിസിസിന്റെ ജോലി? സെമാന്റിക് അനാലിസിസിന്റെ ഇൻപുട്ട് എന്താ? സെമാന്റിക് അനാലിസിസിന്റെ ഇൻപുട്ട്? പാസ് ട്രീ, അല്ലേ? Semantic analysis is the third phase of compiler. Here, what it will do? It checks for the semantic consistency. It will take the type information. It will take the type information gathered and stored in the symbol table in the syntax tree. It performs the type checking. അതായത് ഇപ്പം ഇവിടെ നോക്കി എക്സാമ്പിളിന്റെ കേസിൽ
ഇവിടെ നോക്കിയ 5. ഇവിടെ ബി എന്ന് പറയുന്നത് ഫ്ലോട്ട് വേരിയാന്ന് വിചാരിച്ചോ. ഇവിടെ തന്നിരിക്കുന്നത് ബി സ്റ്റാർ 5 എന്നല്ലേ തന്നിരിക്കുന്നത്. ബി ഫ്ലോട്ട് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലോട്ടിലേക്കല്ലേ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 5 എന്ന് പറയുന്ന ഇൻറ്റീജർ വാല്യൂ ആണല്ലോ. നമുക്ക് ഇൻറ്റീജറും ഫ്ലോട്ടും ഇൻറ്റീജറും കൂടെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കിട്ടുക? ഒരു ഫ്ലോട്ട് വാല്യൂയും ഒരു ഇൻറ്റീജർ വാല്യൂയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻറ്റിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യും? ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഫ്ലോട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഫ്ലോട്ട് വാല്യൂയിൽ സ്റ്റോർ ചെയ്യുക. നമ്മൾ എപ്പോഴും നമുക്ക് ചെറിയ വാല്യൂവിന് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെ വലുതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ആ ഒരു ഡാറ്റ ടൈപ്പിലേക്ക് സ്റ്റോർ ചെയ്യുക. അങ്ങനെ ഉണ്ടാവുന്ന സെമാന്റിക് ടൈപ്പ് എറേഴ്സിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സെമാന്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഹിയർ ടൈപ്പ് ഇൻഫർമേഷൻ ഇസ് ഗാതേർഡ് ആൻഡ് stored in the simple table or in a syntax tree. It will perform the type checking. That is the process happening in semantic analysis. അപ്പോൾ എങ്ങനെ വരാൻ നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട്. ഇപ്പോൾ സെമാന്റിക് അനലൈസർ എന്തൊക്കെയാ ചെയ്യുക? സെമാന്റിക് അനലൈസർ uses a syntax tree and the information in the simple table, checks the source program for semantic consistency. What is meant by semantic consistency? It gathers the type information, says it in either syntax tree or in a simple table. Here it will check for the semantic type consistency. Okay. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ ഇൻഫർമേഷനും ഫ്ലോട്ടിലാണെന്ന് വിചാരിച്ചു. ഈ ഡയഗ്രാം കാണുന്നില്ലേ? അതായത് ID പൊസിഷൻ ഈസ് ഈക്വൽ ടു ഇത് തന്നിരിക്കുന്ന ആ പെർട്ടിക്കുലർ കോഡ് എങ്ങനെയായിരുന്നു? പൊസിഷൻ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 16 എന്നല്ലേ? ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 16 എന്നായിരുന്നു. ഇവിടെ പൊസിഷൻ എന്ന് വെച്ചാൽ എന്താ? അതൊരു ഫ്ലോട്ട് വാല്യൂ ആണ്. പൊസിഷൻ എന്നത് നിങ്ങൾ ഓൾറെഡി ഫ്ലോട്ടിലാണ്. ഫ്ലോട്ട് അപ്പോൾ അതെന്താ? ഫ്ലോട്ട് ആണ്. ഈക്വൽ ടു ഇനീഷ്യൽ എന്ന് പറയുന്നതും ഫ്ലോട്ടിലാണ്. റേറ്റ് എന്ന് പറയുന്നതും ഫ്ലോട്ടിലാണ്. ഇനി 60 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റീജർ വാല്യൂ ആണ്. നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഈ കോൺസ്റ്റന്റിനെ ഇൻറ്റു ടു ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. കണ്ടോ എന്തൊക്കെ? Suppose the rate have been declared in the floating point and the lexeme 60 is a constant, right? Integer value. The semantic analyzer discover that star is applied to a floating point number and an integer number. അതായത് ID3 into star ആണ് നമ്മൾ ചെയ്യുന്നത്. ID3 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ ആണ്. 60 എന്ന് പറയുന്ന ഒരു ഇന്റീജർ വാല്യൂ ആണ്. In this case, integer may be converted into floating point number. See how it is converting. 60 നെ നമ്മൾ into real എന്ന് എഴുതും. എന്നിട്ട് അതിനെ ഫ്ലോട്ടിലേക്ക് into float അല്ലെങ്കിൽ into real. അത് ഏതായാലും കണക്ട് ആണേ. ഒന്നുകിൽ ചില ടെക്സ്റ്റ് ബുക്കിൽ into real എന്നുണ്ട്, ചിലതിൽ into float എന്നുണ്ട്. Both are correct. Okay. So notice that the semantic analyzer has an extra node for that operator. ഇപ്പോൾ നേരത്തെ ട്രീയും ഇതും തമ്മിലുള്ള ഓൺലി ഡിഫറൻസ് എന്താ? ഈ ഒരു എക്സ്ട്രാ കൺവേർഷൻ മാത്രമാണ്. That is what is happening in the case of semantic analysis. So semantic analyzer will check for the type checking. It will check for the type errors. അതായത് ഇൻറ്റും ഫ്ലോട്ടും ഇൻറ്റും റിയലും എന്നൊക്കെ വരുന്ന ടൈപ്പ് എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെമാന്റിക് അനാലിസിസ് ചെയ്യുക. So main task of semantic analysis is the type checking. Here the compiler checks that each operator has operand that are permitted by the source language specification. നമുക്കിവിടെ തന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിലുള്ള ടൈപ്പ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യും. ഇനി ഈ 60 എന്ന് പറയുന്നതിന് പകരം അവിടെ ജസ്റ്റ് ഒരു വേറൊരു ഐഡന്റിഫയർ ആണ്, ഫ്ലോട്ടിലുള്ള ഐഡന്റിഫയർ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെക്കിങ്ങിന് ആവശ്യമുണ്ടോ? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ എഴുതാണ് C is equal to A plus B into 5 എന്നും രണ്ടാമത്തത് C is equal to A plus B star D എന്നാണ് തന്നിരിക്കുന്നത് വെച്ചോ. ഇവിടെയുള്ള എല്ലാ വേരിയബിൾസും ഫ്ലോട്ടിലാണ് ഉള്ളതെന്ന് വിചാരിച്ചോ. ഇവിടെ ഇങ്ങനെ ഒരു സാധനത്തിന്റെ ആവശ്യം ഉണ്ടാവോ? ഇൻറ്റു ടു ഫ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
സി ഫ്ലോട്ട് ആണ്, എ ഫ്ലോട്ട് ആണ്, ബി ഫ്ലോട്ട് ആണ്, ഡിയും ഫ്ലോട്ട് ആണെങ്കിൽ ഇവിടെ ഒരു കൺവേർഷൻ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്? 5 is an integer value. We have to convert this integer to a float value only because of that extra block. The only difference between the parse trees of syntax analyzer and semantic analyzer is that block. Syntax analyzer output എന്തായിരുന്നു നേരത്തെ കിട്ടിയത്? നോക്കിയേ, ഇവിടെ എന്താ കിട്ടിയത് നിങ്ങൾക്ക്? സിൻടാക്സ് ട്രീ ജസ്റ്റ് 16 മാത്രം വന്നു. അത് സെമാന്റിക് അനലൈസർ ആവുന്ന സമയത്ത് 16 നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യും? ഇൻഡ് ടു ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആയോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും ഇതുവരെ? അപ്പോൾ നമ്മൾ ഏതൊക്കെ ഫേസസ് കവർ ചെയ്തു? ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞു, സിൻടാക്സ് അനാലിസിസ് കഴിഞ്ഞു, സെമാന്റിക് അനാലിസിസ് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക നിങ്ങൾക്ക്? ഇറ്റ് ഈസ് എൻ ഇന്റർമീഡിയറ്റ് കോഡ്. ഇതുവരെ നമ്മുടെ അനാലിസിസ് ഫേസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെ ഇന്റർമീഡിയറ്റ് കോഡ് ഉണ്ടാവുക നോക്കിയേ. ഇന്റർമീഡിയറ്റ് കോഡ് എങ്ങനെ ഉണ്ടാവുക? The process of translating the source program into a target code. Compiler construct one or more intermediate representation, which you can have a variety of forms. Here, syntax tree forms an intermediate representation, and after that we will do the semantic analysis. So it will do the type checking, and we will represent it in a intermediate form. Normally intermediate form ഇതാണ് intermediate form ന്റെ characteristics. ചിലപ്പോൾ ചോദിക്കാറുള്ളത്, what are the characteristics of intermediate form? It should be simple and easy to produce. It should be easy to translate to target machine code. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒരു ഇന്റർമീഡിയറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സാധാരണ നിങ്ങൾ എഴുതാറില്ലേ, ഇപ്പം a is equal to b plus c star 5 എന്നൊക്കെ ആണെങ്കിൽ ഇതിനെ ഈ 5 നമ്മൾ എന്ത് ചെയ്തു? ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തേ. അതിനൊരു ടെമ്പററി വേരിയബിൾ സ്റ്റോർ ചെയ്യണം. t1 ഈസ് ഈക്വൽ ടു ഇൻഡ് ടു 16 ആയി. അപ്പോൾ ഇതെന്തായി? ഇത് t1 എന്ന് പറഞ്ഞ വേരിയബിൾ ആയി. ഇനി t3 എന്ന് വെച്ചാൽ എന്താ? t3 c എന്ന് വെച്ചാൽ എന്താ? c ഇത് id1, ഇത് id1, b എന്ന് പറഞ്ഞാൽ id2, c id3 ആണ്. t2 എന്ന് പറഞ്ഞ ടെമ്പററി വേരിയബിളിലേക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ അടുത്ത വേരിയബിളിലേക്ക് കൊടുക്കുകയാണ്, t2. ഇനി എന്ത് ചെയ്യും? ഈ t2ഉം id2ഉം കൂടെ ആഡ് ചെയ്തിട്ട് അടുത്തൊരു ഇന്റർമീഡിയറ്റിലേക്ക് കൊടുക്കും. അങ്ങനെയല്ല നമ്മൾ സാധാരണയായിട്ട് ഇന്റർമീഡിയറ്റ് ഫോംസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, id2 പ്ലസ് t2 എന്ന് പറയുന്നത് t3യിലേക്ക് കൊടുത്തു. ഇനി അടുത്ത എന്തായിരിക്കും? t4ൽ എന്താ ചെയ്യുക? id1 ആണ്, t3 is equal to id1. ഓക്കെ ആയോ? നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? എഴുതുവാ ഞാൻ. c is equal to a plus b star 5 എന്നാണെന്ന് വിചാരിച്ചോ. ആദ്യം ഈ 5നെ റിയലിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു ടെമ്പററി വേരിയബിളിലേക്ക് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് id1, ഇത് id2, ഇത് id3. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ഇത് ഫസ്റ്റിലത്തെ ടെമ്പററി വേരിയബിൾ id1 എന്ന് പറയുന്നത് t1. ഇനി എന്ത് ചെയ്തു? id3യും t1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ t2 എന്ന് പറഞ്ഞ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തു. ഇനി എന്ത് ചെയ്യും? t2ഉം id2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത ഏതിലേക്ക് കൊടുത്തു? t3 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കൊടുത്തു. റൈറ്റ്. അടുത്ത ലാസ്റ്റ് എന്താ ചെയ്യുന്നത്? id1 is equal to t3. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്തു. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക? കുറേയധികം ടെമ്പററി വേരിയബിൾസ് ഉണ്ടാവില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെമ്പററി കോഡ്സിനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാം അല്ലെ? ഇതിലിപ്പോ നിങ്ങൾ നോക്കിയേ, id3 പ്ലസ് t1, id2 പ്ലസ് t2 എന്നൊക്കെ പറഞ്ഞാൽ കുറെ അധികം മൾട്ടിപ്ലിക്കേഷൻസ്. നമുക്ക് അതിനെ കുറച്ചും കൂടെ ലെസൺ ചെയ്യാലോ. കുറച്ചും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? നോക്കിയേ നിങ്ങള്,
T1 is equal to ID3 into 60 എന്ന് ഡയറക്റ്റ് എഴുതുകയാണ് ഞാൻ ചെയ്യുന്നത്. ID3 into 60 എന്ന് പറയുന്നത് T1ലേക്ക്. ID1 is equal to ID2 plus T1. ഈ 4 ഇന്റർമീഡിയറ്റ് കോഡിനെ ഞാൻ ജസ്റ്റ് 2 കോഡിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടോ? പറയുന്നത് മനസ്സിലായോ? നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? A is equal to B plus C star 5 ആണെന്ന് വിചാരിച്ചോ. ഇതിൽ ആദ്യം C star 5 എടുത്തു, പിന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈറ്റ് ഒരു ടെമ്പററിയിൽ കൊടുത്തു, പിന്നെ ഇതും കൂടെ പ്ലസ് ചെയ്തിട്ട് ഒരു ടെമ്പററിയിൽ കൊടുത്തു, പിന്നെ ഇതിലേക്ക് കൊടുത്തു. ഇങ്ങനെയല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്ത്. അതിന് പകരം എന്താ ചെയ്യുന്നത് നോക്കിയേ, T1 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടും ID3 പ്ലസ് 60 ഇതിനെ മൊത്തം ഒരു ടെമ്പററിയിൽ കൊടുത്തു. T1 വേറൊരു കളറിൽ റെപ്രസെന്റ് ചെയ്യാതെ റെഡിൽ എഴുതാം ഞാനിപ്പം. ഈ T1 എന്ന് പറയുന്ന സാധനം കണ്ട, T1 എന്ന് പറയുന്നതാണ് ആദ്യത്തെ ടെമ്പററി. അതായത് ഇത് മൊത്തമുള്ളത് C star 5ന് ഒറ്റൊന്നിലേക്ക് എഴുതി T1. ഇനിയോ ID2 പ്ലസ് T1 എന്ന് പറയുന്നതാണ് ID1. ID1 is equal to ID2 പ്ലസ് T1. ഇത് രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് കോഡായി. അപ്പോൾ മെഷീൻ ഇൻഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസേഷൻ ഫേസ് അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ദി ഇന്റർമീഡിയറ്റ് കോഡ് so that better target code will be generated. നമ്മൾ എന്താ ചെയ്തത്, 4 എണ്ണത്തിന് 2 ലൈൻ ഓഫ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്തില്ലേ. So objectives of performing optimization is for faster execution and for shorter code. ഓക്കെ ആണോ? എന്താ കോഡ് ഒപ്റ്റിമൈസേഷനിൽ ചെയ്യുന്നത് നോക്കിയാണോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഫേസും കൂടെ കഴിഞ്ഞ് ഞാൻ നിർത്താം കേട്ടോ. ഇതും കൂടെ പറഞ്ഞാൽ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അടുത്ത ലാസ്റ്റ് ഫേസ് എന്താ? കോഡ് ജനറേഷൻ ആണ് അടുത്ത ഫേസ് അല്ലേ. കോഡ് ജനറേഷനിൽ എന്താ ചെയ്യുന്നത് നോക്കിയേ. കോഡ് ജനറേറ്റർ ടേക്സ് ഇൻപുട്ട് ആസ് എൻ intermediate representation of the source program and maps it into a target language. നമുക്കിപ്പോൾ ഈ തന്നിരിക്കുന്നതൊന്നും ടാർഗറ്റ് ലാംഗ്വേജ് മെഷീൻ കോഡല്ല, നമുക്കതിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. റൈറ്റ്, അതാണ് കോഡ് ജനറേറ്ററിൽ നടക്കുക. അപ്പൊ എങ്ങനെയാ കോഡ് ജനറേറ്റർ ജനറേറ്റ് ചെയ്യാൻ നോക്കിയേ. നമ്മളൊരു രജിസ്റ്റർ വെച്ചിട്ട് ലോഡ് ചെയ്യും. ഓക്കെ, ഇനി എന്തായാലും ടൈമായി, ഞാൻ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, വിൽ കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലാസ്. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞു എല്ലാവരും. ഓക്കെ, ആകാശ്, അഭിനന്ദ്, അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ, അഖിൽ സി പോൾ ഇല്ല, ആബ്സെന്റ് ആണ്. അഖിൽ സി പോൾ ആബ്സെന്റ്. ഓക്കെ, അനഘ, അഞ്ജലി, അഞ്ജലി, അഞ്ജിത്, അനുഗ്രഹ്, അത്തിൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, സ്നേല. ഓക്കെ, ജസ്നയാണോ മസ്നയാണോ ഇപ്പൊ ആൻസർ ചെയ്തത്? ജസ്നയാ. ഓക്കെ, മസ്ന ആബ്സെന്റ് അല്ലേ. ഓക്കെ, കാർത്തിക്, കീർത്തന, സിനാൻ, ഇജാസ് ഇല്ലേ, ഇജാസ് ഇല്ല. നഫ, നേഹ, നിതിൻ, പ്രണവ്, റൈസ, റസാന, റൈസ ഇല്ലേ, റൈസ. ഓക്കെ, റസാന ഇല്ലേ, റസാനയുണ്ടോ? റസാന. ഓക്കെ, റസാന ഉണ്ട്. ഋഷ്വിൻ, റോഷൻ, സഹലാബി, സഹല എന്നുണ്ടല്ലേ. ശരി, സംഗീത്, സാരംഗ്, ഷാരുൺ, ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ,
ഷിറോൺ ആപ്ഷൻ അല്ലേ? ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടു. 6 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ, സി യു നെക്സ്റ്റ് ക്ലാസ്.